നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ ഒരു 5000-ലധികം ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. രാഷ്ട്രീയപരമായ ഒരുപാട് ചർച്ചകൾ ഞാൻ നടത്താറില്ല, ഒരുപാട് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് പറയാറില്ല. ഈ അടുത്ത കാലത്ത് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ, അതിന് മറുപടികൾ. ഡയറക്റ്റ് കാണുമ്പോൾ പോലും ചില ആളുകൾ, ഈ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന ചില ആളുകൾ എന്നെ കാണുകയും ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ആകെ ബുദ്ധിമുട്ട് പ്രയാസത്തിലായിപ്പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയപരമായി എനിക്ക് ഒരുപാട് അറിവുകളില്ല, ഒരുപാട് വീഡിയോകൾ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യാറില്ല. ചില ആളുകൾ പരാജയപ്പെടുമെന്ന് ഞാൻ പറയാറുണ്ട്, ചില പരാജയപ്പെടുന്നത് ഞാൻ ഇങ്ങോട്ട് പറയും, വീഡിയോ ചെയ്യില്ല, കാരണം ഒരു ഇതാണല്ലോ. പക്ഷേ വിജയിക്കുമെന്നത് ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു അത് എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ കാണുന്നത് വാർത്തകളിലൂടെ, ചില വാർത്തകൾ ഞാൻ കാണും, ചില ന്യൂസുകൾ കാണും. അതുപോലെ എൻ്റെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. ചുറ്റുപാട് നടക്കുന്ന ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചില ആളുകൾ, ചില കമ്മ്യൂണിസ്റ്റായ ചില ആളുകൾക്ക് സംശയമുണ്ട്, സന്ദീപ് വാര്യർ വിജയിക്കും, സന്ദീപ് വാര്യർ അങ്ങ് വന്ന ആളല്ലേ അപ്പോൾ നമ്മളിവിടെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ ചോദിച്ചന്വേഷിച്ച് പഴയ കാര്യങ്ങൾ നോക്കുകയും അത് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഈ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയും പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.